നമുക്ക് കിണ്ണത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തു വെച്ച ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി അവിച്ചെടുത്തതാണ്. 1/4 കപ്പ് ഇടിയപ്പത്തിനെല്ലാം എടുക്കുന്ന അരിപ്പൊടിയാണ്. 3/4 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ തേങ്ങയുടെ ആദ്യത്തെ പാല് പിഴിഞ്ഞെടുത്തത്, ഇത് 2ാം പാലും 3ാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. 1 മുട്ട, 3 ഏലക്ക. ഇത് നമുക്കൊന്ന് ആദ്യം ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുത്തത്. ഇനി നമുക്കിതിലോട്ട് ഈ പഞ്ചസാരയും ഈ മാവും കൂടെ ആഡ് ചെയ്ത് ഒരുമിച്ച് അടിച്ചെടുക്കാം. കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. അടിച്ചിട്ട് വരാം. എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക കൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട കൂടെ നമുക്കിതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. കുറച്ച് തേങ്ങാപ്പാലൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാണ്. ബാക്കി കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ഒരു ബൗൾ ഒഴിക്കാം. ഈ സമയത്ത് തന്നെ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കലക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം. അതെങ്ങനെയാണ് ആ ബാറ്റർ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊന്ന് അരിച്ചെടുക്കണതാ. അരിക്കുമ്പോൾ നമുക്ക് ഏലക്കയുടെ കൊത്ത്, പഞ്ചസാരയോ കുരുവിൻ്റെ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങ് പോയി കിട്ടും. കലക്കണതിന് മുന്നേ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. അപ്പത്തിനെല്ലാം നമ്മൾ മാവ് കലക്കണതിനും ഇത്തിരി കൂടെ വെള്ളം ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ. നമ്മൾ സാധാരണ അരി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം അവിക്കുന്നതിൻ്റെ അത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയും ചേർത്തെടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് സാധാരണ കിണ്ണത്തപ്പം എങ്ങനെയാണോ ആവിയിൽ വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ തൂത്ത് കൊടുത്ത ഒരു പ്ലേറ്റിലോട്ട് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചാണ് വെച്ചിട്ടുള്ളത്, ഫ്രീ ഹീറ്റല്ല. ഇതിൻ്റെ അടിയിലത്തെ തട്ട് കമഴ്ത്തി വെച്ചിട്ടാണ് ഞാൻ ഈ പാത്രം അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് നമുക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഒഴിക്കരുത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയാലും കുഴപ്പമില്ല. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. മറന്നു പോകരുത്. ചക്കക്കുരു വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കാം. പുറത്തെടുത്ത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി തട്ടിക്കൊടുക്കാം. കിണ്ണത്തപ്പം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.